നിങ്ങളാണോ അവനെ തല്ലിയത്? നീയും നിന്റെ ചേച്ചിയും കൂടി കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾക്ക് തിരിച്ചടി തരുന്നതേ ഞാനല്ല. അളിയനല്ലേ പിന്നെ ആരാ? എന്നെ തല്ലിയത് ആരാണെന്ന് എനിക്ക് അറിയണം. എടാ, നിന്നെ തല്ലിയതേ വേറെ ആരുമല്ല, സാക്ഷാൽ ഭഗവാൻ കൃഷ്ണനാ. ശ്രീകൃഷ്ണൻ. ചേച്ചി, ഇവിടെ എന്തൊക്കെയായി നടക്കുന്നത്? കൂനുമേ കുരുവാണല്ലോ. അടി കിട്ടിയത് പോരാഞ്ഞിട്ട് ദേഹം മൊത്തം ചൊറിഞ്ഞു വല്ലാണ്ടാവുകയാണ്. എടാ, എപ്പോഴാ നിനക്ക് ഈ ചൊറിച്ചില് തുടങ്ങിയത്? ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം തുടങ്ങിയതാക്കി ഈ ചൊറിച്ചില്. അവര് തന്ന മരുന്നിന്റെ വല്ല അലർജിയാന്ന് എന്റെ സംശയം. ആശുപത്രിയിൽ വെച്ച് അവർ നിനക്ക് ഡ്രിപ്പ് വല്ലതും തന്നായിരുന്നോ? ആ, ക്ഷീണം മാറാനെ അവരെനിക്കൊരു ബോട്ടിൽ ഡ്രിപ്പ് തന്നായിരുന്നു. മറ്റേ അനകയില്ലേ, അവളതൊക്കെ ചെയ്തത്. ഞാനൊന്ന് കുളിക്കട്ടെ, കുളിച്ചാലെങ്കിലും മാറുമോ നോക്കട്ടെ. കൊക്കിന് വെച്ചത് ചക്കിന് കൊണ്ടുപോകുന്നൊരു സംശയം. അല്ല, അമൃതേച്ചി എന്തിനാ ഇത്ര രാവിലെ വന്നത്? നിങ്ങൾക്ക് രണ്ടുപേർക്കും ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടേ? അതനക്കേച്ചി ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങി തരുമായിരുന്നല്ലോ. ഇതിപ്പോ ഞാൻ വന്നതാണോ കുറ്റം? അമൃതേച്ചി ഇല്ലെങ്കിൽ ഹോട്ടലിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? അതല്ലേ രസം. ആ കാര്യം നിങ്ങളോട് വിളിച്ചു പറയാൻ ഞാൻ വിട്ടുപോയി. ഇന്നലെ നമ്മുടെ പഞ്ചരത്നം ഹോട്ടലില് സാക്ഷാൽ ഗുരുവായൂരപ്പൻ പറഞ്ഞു വിട്ടതുപോലെ ഒരു കൃഷ്ണേട്ടൻ വന്നു. കൃഷ്ണേട്ടനോ? ഏത് കൃഷ്ണേട്ടൻ? അല്ല, കൃഷ്ണേട്ടന് ഡെയിലി ശമ്പളമാണോ അതോ മാസ ശമ്പളമാണോ വേണ്ടത്? അയ്യോ, എനിക്ക് കാശൊന്നും വേണ്ട. കഴിക്കാനും കിടക്കാനും ഇത്തിരി സ്ഥലം തന്നാ മതി. നമ്മുടെ പഞ്ചരത്ന ഹോട്ടലിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ അങ്ങനെ ഒരാൾ മതി. ഇനി അങ്ങോട്ട് അഖില ചെന്ന് ഫ്രഷായി കൗണ്ടറിലിരുന്നാ മാത്രം മതി. ബാക്കിയെല്ലാം കൃഷ്ണേട്ടൻ നോക്കിക്കോളൂ. അല്ല, ആരെയും അങ്ങനെ കണ്ണടിച്ച് വിശ്വസിക്കരുത്. ചെറുപ്പം മുതൽ പരിചയമുള്ളവരാണെങ്കിലും ചതിക്കും. എന്റെ അനുഭവം അതാ. ആ, ഞാനേ വീട്ടിൽ പോയി കുളിച്ചിട്ട് ആഹാരം കഴിച്ചോളാം. എന്നിട്ട് വൈകിട്ട് വരാം. ശരി ശരി. പാവം, ആകാശനോടുള്ള പിണക്കം കാരണം നല്ല സങ്കടത്തില. ഇന്നലെ ആകാശേട്ടൻ വന്ന് അഖിലേച്ചിയോട് സംസാരിക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടും ചേച്ചി ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. രണ്ടുപേരെയും സംസാരിക്കാനായി പുറത്തേക്ക് പറഞ്ഞുവിടാൻ കലയമ ശ്രമിച്ചിട്ടും ചേച്ചി സമ്മതിച്ചില്ല. അത്രയ്ക്ക് വാശിയില്ല അഖിലേച്ചി. അവർക്കിടയിൽ കാര്യമായ എന്തോ പ്രശ്നമുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. അതറിയാൻ ആകാശേണ്ണൊന്ന് വിളിച്ച് സംസാരിച്ചാൽ മാത്രം മതി. ആ, ഞാൻ വിളിക്കാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിട്ടുപോയി. PSCയുടെയും മിനിസ്ട്രിയുടെയും അപ്രൂവൽ എടുത്ത അടുത്ത ബാച്ചിൽ നിന്നെ പ്രവേശിപ്പിക്കാമെന്ന് പോലീസ് അക്കാഡമിയിലെ ഉദ്യോഗസ്ഥര് അഭിയോട് പറഞ്ഞു. ഓ, ഇപ്പോഴാ രാവിലെ അഭിയേട്ടൻ വന്ന് എന്റെ മെഡിക്കൽ റിപ്പോർട്ട്സും ഫോട്ടോയും തമ്പ് ഇംപ്രഷനും ഒക്കെ എടുത്തോണ്ട് പോയതിന്റെ ഗുട്ടൻസ് എനിക്ക് പിടികിട്ടിയത്. ഞാൻ എത്ര ചോദിച്ചിട്ടും അതെന്തിനാണെന്ന് അഭിയേട്ടൻ പറഞ്ഞില്ല. നിനക്ക് വെറുതെ ആശ തന്നിട്ട്
കാര്യം നടന്നില്ലെങ്കിലോ എന്ന് കരുതിയാവും അഭിയൊന്നും പറയാതിരുന്നത്. ഇനി ഞാൻ പറഞ്ഞതായിട്ട് നീ നിന്റെ അഭിയേട്ടനോട് പറയണ്ട കേട്ടോ. അഭിയേട്ടനിപ്പോ ശരിക്കും നമ്മൾ പഞ്ചരത്നങ്ങളുടെ വല്യേട്ടനായിട്ട് മാറി. വെറുതെ ഇങ്ങനെ നാണിച്ചു നിന്നിട്ട് കാര്യമൊന്നുമില്ല. വല്യേച്ചിയും വല്യേട്ടനും കൂടി ഇനി ഞങ്ങളുടെ കൊച്ചേട്ടന്മാരുടെ കാര്യം കൂടെ ഒന്ന് ശരിയാക്കണം. വിവേക് ചേട്ടന്റെ കാര്യം ഓക്കെയാണ്. ആകാശ് ചേട്ടന്റെ കാര്യം നീ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് നോക്കാം. എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിവേകേട്ടന്റെ വീട്ടുകാരെയൊന്നും നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ലല്ലോ. അവരുമായി സംസാരിച്ചു വെക്കണ്ടേ? എല്ലാത്തിനും അതിൻ്റെതായ സമയം വരും. അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ചേച്ചി. എല്ലാം ഇനി എത്രയും വേഗം നടക്കണം. ചേച്ചിക്കും അഭിയേട്ടനും കല്യാണപ്രായം കഴിഞ്ഞു. അനക്ക് ചേച്ചിക്കും അഖില ചേച്ചിക്കും ഒക്കെ ഇപ്പൊ വിവാഹത്തിന് പറ്റിയ സമയാ. ഇനി എത്രയും വേഗം നിങ്ങളുടെ 3 പേരുടെയും വിവാഹം നടക്കണം. അപ്പോ ഇരട്ടക്കുട്ടികൾക്ക് കല്യാണമൊന്നും വേണ്ടേ? ഞങ്ങളുടെ കാര്യം വിട്ടേക്ക്. ഞങ്ങൾക്കിനി ഒരു 5-6 വർഷം കൂടെ സമയമുണ്ട്. ഒരു 26 വയസ്സ് ആ സമയമാകുമ്പോഴത്തേനും മതി കല്യാണം. അതിനു മുമ്പ് പഞ്ചരത്നത്തിലെ അളിയന്മാരുമായിട്ട് ഞങ്ങൾക്ക് അടിച്ചു പൊളിക്കണം. അത് കഴിഞ്ഞ് പഞ്ചരത്നത്തിന്റെ മുറ്റത്ത് ഒരു 10-12 കുഞ്ഞിക്കാലുകൾ കണ്ടിട്ട് വേണം ഞങ്ങൾക്ക് കല്യാണം കഴിക്കാൻ. എല്ലാത്തിനും വിവേകേട്ടന്റെ ഫാമിലിയായിട്ട് ആലോചിക്കണം. അവര് വലിയ പണക്കാരും നമ്മള് സാധാരണക്കാരും അല്ലേ. വിവാഹത്തിന് അവര് വലിയ ഡിമാൻഡൊക്കെ വെച്ചാ നമ്മൾ എന്ത് ചെയ്യും? അല്ല, ഡിമാൻഡ് വെച്ചാലും നമുക്ക് ആ കല്യാണം നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ. ശരിയാ നീ പറഞ്ഞത്, വളരെ ശരിയാ. ഈ വിവാഹം വിവേകിന്റെ ഫാമിലിയായിട്ടൊന്ന് ആലോചിക്കണം. എന്തായാലും ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. എല്ലാവരും ഉണ്ടല്ലോ. എന്താ അമൃതേച്ചി അത്യാവശ്യം കാണണമെന്ന് പറഞ്ഞത്? കല്യാണക്കാരിയായിരുന്നെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വന്നേനെ. അയ്യോ, അതൊന്നുമല്ല വിവേകെ, ആരാധ്യയുടെ കാര്യമായിരുന്നു. എന്താ അത്? ചീഫ് മിനിസ്റ്റർക്കും ഹോം മിനിസ്റ്റർക്കും ലേബർ മിനിസ്റ്റർക്കും ഒക്കെ കൊടുക്കാനുള്ള പേപ്പറുകൾ ശരിയാക്കിയിട്ടുണ്ട്. അതെല്ലാം ഈ ആഴ്ച തന്നെ കൊടുത്താൽ നന്നായിരുന്നു. അതിന് വിവേകിന്റെ ഭാഗത്തുനിന്ന് ഒരു സഹായം വേണമെന്ന് പറയാനാണ് ഞങ്ങൾ വന്നത്. എന്ത് സഹായം? അല്ല, വിവേകിന്റെ അച്ഛനെ കൊണ്ട് പറയിപ്പിക്കുന്ന കാര്യം. വിവേകിന്റെ ഫാദറിന് മിനിസ്റ്റേഴ്സും ഒക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ടെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ആരാധ്യയുടെ കാര്യത്തിൽ അതേ ഇടപെട്ടാൽ നന്നായിരിക്കും. എന്റെ ചില പരിചയങ്ങൾ വെച്ച് ഞാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ഉറപ്പും കിട്ടിയിട്ടില്ല. വിവേകിന്റെ അച്ഛന്റെ സ്വാധീനം ഉപയോഗിച്ച് അങ്ങനൊരു കാര്യം ചെയ്തു തന്ന ആരാധ്യയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമായിരിക്കും അത്. അല്ല, ആതിര തന്നെ ഇപ്പൊ പോയിട്ട് ട്രെയിനിങ് സഹിക്കാൻ വയ്യാതെ ബുദ്ധിമുട്ടുവാ. ഇനി ആ കൂട്ടത്തിൽ ആരാധ്യയെ കൂടി കഷ്ടപ്പെടുത്തണോ? അതിലും നല്ലത് ആരാധ്യയെ മറ്റെന്തെങ്കിലും ജോലിക്ക് വിടുന്നല്ലേ ചേച്ചി? ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. ഒരിക്കൽ PSC ലിസ്റ്റ് വരാൻ കഴിഞ്ഞപ്പോൾ തന്നെ ആരാധ്യ മിടിക്കാണെന്ന് തെളിഞ്ഞതല്ലേ. അത്രയും കഴിവുള്ള സ്ഥിതിക്ക് മറ്റെന്തെങ്കിലും സർവീസിൽ കയറാനും ആരാധ്യക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലല്ലോ. പക്ഷെ ഒരു പോലീസ് ഓഫീസർ ആവണമെന്ന് ആതിരേക്കാൾ ആഗ്രഹിച്ചത് ആരാധ്യയായിരുന്നു. അതുകൊണ്ട് അതെങ്ങനെയെങ്കിലും നടത്തിയെടുക്കണം വിവേക്. വേണമെങ്കിൽ ഞാനും അഭിയും കൂടെ വിവേകിന്റെ ഡാഡിയെ നേരിട്ട് കണ്ട് റിക്വസ്റ്റ് ചെയ്യാം. അല്ലെങ്കിലും കുറെ നാളായി
വിവേകിന്റെ ഡാഡിയും മമ്മിയും പരിചയപ്പെടണമെന്ന് ഞങ്ങളും വിചാരിക്കുന്നുണ്ട്. അതെ, നമ്മളെ ആരെ ഒരു പരിചയമില്ലാഞ്ഞിട്ട് പോലും അന്ന് ആകാശിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ വിവേകിന്റെ ഡാഡി ഒത്തിരി സഹായിച്ചതല്ലേ. എനിക്ക് കിട്ടാത്തൊരു അച്ഛന്റെ സ്നേഹം വിവാഹത്തിന് ശേഷം എനിക്ക് കിട്ടുമെന്ന് വിവേക് പറഞ്ഞപ്പോ പോലും അത്രയും നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹമെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ആ പേപ്പറൊക്കെ എന്റെ കയ്യിൽ തന്നോളൂ, ഞാൻ അച്ഛന് കൊടുത്തോളാം. എപ്പോഴും വിവേക് വഴി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാണെന്ന് അച്ഛന് തോന്നിയാലോ? ഞങ്ങൾ നേരിട്ട് കണ്ടെന്ന് സംസാരിക്കാം. അത് വേണ്ട, ആദ്യം ഞാൻ സംസാരിക്കാം. ആ പേപ്പറുകൾ ഇങ്ങ് തന്നേക്ക്. എല്ലാം ഉണ്ടോ? ശരി, എന്നാ ഞാൻ വിളിച്ച് അപ്ഡേറ്റ് ചെയ്തോളാം. പോട്ടെ, നിൽക്കാൻ നേരമില്ല, ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ശരി. വിവേകിന്റെ ഫാമിലിയെ നമ്മളിനി എന്നാണോ പരിചയപ്പെടാൻ പോകുന്നത്? എത്ര തവണ ഞാൻ പറഞ്ഞു എന്നറിയോ വീട്ടുകാർ എനിക്കൊന്ന് പരിചയപ്പെടണമെന്ന്. ഒരു ദിവസം ഞാൻ അവന്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറി ചെല്ലുന്നുണ്ട്. മിക്കവാറും അതേ നടക്കൂ. വിവേക് എന്താ ഇങ്ങനെ? ഇവനെന്താ ഫാമിലിയെ പരിചയപ്പെടുത്താൻ ഇങ്ങനെ മടിക്കുന്നത്? അബി, അബി, എന്താ അബി? എന്തോ ആലോചിച്ചു കൂട്ടുന്നുണ്ടല്ലോ. അല്ല, ഒരു സ്ഥലം വരെ പോകാനുണ്ട്, അതോർത്താ. നിങ്ങൾ കയറി, ഞാൻ വീട്ടിലാക്കിയിട്ട് പോ. വാ. വിവേകിനെ കണ്ട് മടങ്ങിയപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുക അബിയെ. അനക്ക കൂടെ ഉണ്ടായിരുന്നോണ്ടാ ഞാൻ ചോദിക്കാതിരുന്നേ. അനക ഹോസ്പിറ്റലിൽ ഇറങ്ങിയില്ലേ? താമ്പ്ര, അബിക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? എന്താ അങ്ങനെ വിഷയം? അല്ല, കുറച്ച് നേരായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു, ഒരേ ആലോചന. അത് വെറുതെ ഒന്നാ? ഓ പിന്നെ, എനിക്കറിയാത്ത ആളല്ലേ. നമ്മൾ രണ്ടുപേരും മാത്രമുള്ള ഈ യാത്രയിലെങ്കിലും ഒന്ന് സന്തോഷായിട്ടിരിക്ക ബി. അതെ, ഇത് ഇത്രയും റൊമാൻറ്റിക് മൂഡിൽ വന്നിട്ടും അബിയുടെ മുഖം എന്താ പെട്ടെന്ന് വല്ലാതായത്? എനിക്ക് സ്വന്തമെന്ന് കരുതുന്നവരുടെ മുഖം ഒന്ന് മാറിയാ എനിക്കത് മനസ്സിലാവും. ഇതുവരെ എന്റെ അനിയത്തിമാരുടെ മനസ്സിലുള്ളത് മാത്രമേ എനിക്ക് മുഖം നോക്കി കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇപ്പോ അഭിയുടെ മുഖത്തെ ചെറിയ ഭാവവ്യത്യാസം പോലും എനിക്ക് മനസ്സിലാവുന്നുണ്ട്.
തന്നോട് മറച്ചു വയ്ക്കാനായിട്ട് ഒന്നുമില്ല എനിക്ക്. പക്ഷെ ഇപ്പൊ എൻ്റെ ഉള്ളിലെ ഒരു ചിന്തയാണ്, ഒരു കൺഫ്യൂഷൻ. അത് തന്നോട് പറയണോ വേണ്ടേ എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉള്ളില്. അതാണ് എൻ്റെ മുഖത്ത് കണ്ട ഭാവ വ്യത്യാസം. എന്താ അത്? വിവേകിനെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ ദുരൂഹതകൾ ഉള്ളതായിട്ട് എനിക്കൊരു സംശയം. ഇത് വെറും സംശയം മാത്രമാണ് കേട്ടോ. വിവേക് അവന്റെ അച്ഛനെ പരിചയപ്പെടുത്താത്തത് കൊണ്ടാണോ അഭിക്ക് അങ്ങനെ തോന്നിയത്? അത് മാത്രമല്ല, അവന്റെ വീട്ടുകാരെ കുറിച്ച് അവൻ പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമല്ലേ നമുക്കുള്ളൂ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും അഭി? ഇപ്പൊ നമ്മുടെ സംശയമൊന്നും അനഘയെ പറഞ്ഞ് പേടിപ്പിക്കണ്ട. പിന്നെ ഞാൻ വിവേകിനെ ഒന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാം. ഈ കുടുംബത്തിന് വേണ്ടി അഭി എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഈ കടങ്ങളൊക്കെ ഞാൻ എങ്ങനെ വീട്ടും? ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇതൊക്കെ എന്റെ കടമയല്ലേ. ഹലോ, എന്താ ഒരു ഒളിഞ്ഞു നോട്ടം? എന്തോ കളത്തരമുണ്ട്. എന്നെ പോലെ ഒന്നും മറച്ചു വെക്കാൻ ഇല്ലാത്ത ആളാണെങ്കിൽ എന്തിനാണ് ഒളിഞ്ഞു നോക്കുന്നത്? നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എപ്പോഴും സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കണം. എങ്കിലേ നമുക്ക് എല്ലായിടത്തും തലയുയർത്തി നടക്കാൻ പറ്റും. ഒന്നിങ്ങ് വന്നേ, മാറേ. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ഒരു ചായ കുടിച്ചിട്ട് പോവാം. സിസ്ലി എടുത്തിയുടെ ചായ ഇടാൻ പറയാം. അത് മാത്രമല്ല, അഭിക്ക് പരിചയപ്പെടാൻ ഇപ്പൊ ഒരു കൃഷ്ണേട്ടനുണ്ട് ഇവിടെ. പഞ്ചരത്നങ്ങളെ രക്ഷിക്കാനായിട്ട് ചിന്മയി ദേവി പ്രവചിച്ച ആളല്ലേ, ഒന്ന് കണ്ടുകളെ. വാ. വാ നീനു, സിസിലി ചേട്ടത്തെയും കൃഷ്ണേട്ടനും അവിടെ, അവരോടൊന്ന് വരാൻ പറ. സിസിലി മാഡത്തിന് കുറെ നേരമായി കണ്ടിട്ട്. കൃഷ്ണേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ചു മുൻപ് ജനലിൽ കൂടി പുറത്തേക്ക് നോക്കി നിൽക്കുന്ന കണ്ടായിരുന്നു. എന്തായാലും ഞാനൊന്ന് നോക്കിട്ട് വരാം മോളെ. അബിക്ക് അബിക്ക് ഞാനൊരു ചായ എടുക്കാം. നല്ലൊരു റൊമാൻറ്റിക് ചായ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഉണ്ടാക്കാം. പലതരം ചായയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. മസാല ചായ, ലെമൺ ടീ, ഓർഗാനിക് ടീ, ഗ്രീൻ ടീ, അങ്ങനെ പലതും. പക്ഷേ ഈ റൊമാൻറ്റിക് ചായയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ തമാശ പറഞ്ഞല്ല, അങ്ങനെ ഒരു ചായ ഉണ്ട്. ഞാൻ ഉണ്ടാക്കി കാണിച്ചുതരാം. താൻ നടക്ക. നോക്കിക്കാ, നടക്കണം. ഇതിനെന്താ എത്ര പ്രത്യേകത? ഇത് നമ്മുടെ സാധാ ചായ അല്ലേ? അല്ല, ഇതൊരു ടർക്കിഷ് ചായയാണ്. പേര് ലവ് ടീ.
കഴിച്ചോ. അല്ല ഇത് ഇതാണോ ലവ് ടീ? സാധാരണ ചായ ഉണ്ടാക്കി അതിൽ കുറച്ച് റോസാപ്പൂ വെച്ച ലവ് ടീ ആവോ? ഇതാണ് നമ്മുടെ റൊമാൻറ്റിക് ടീ. നാളെ നമുക്ക് ഹണിമൂൺ ടീ ഉണ്ടാക്കിയാലോ? എന്താ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.